സഹനം കൈമുതലാക്കിയവനാണ് ഹിന്ദു. എല്ലാം സഹിക്കുക, എല്ലാം കേൾക്കുക, മറ്റുള്ളവരോട് പ്രതികരിക്കാതിരിക്കുക, മറ്റുള്ളവരെന്ത് കാണിച്ചു കഴിഞ്ഞാലും അത് നോക്കി നിൽക്കാൻ വിധിക്കപ്പെട്ടവൻ. അങ്ങനെയുള്ള ഒരു സമൂഹം, ഇത് നമ്മുടെ ഒരു ബലഹീനതയായിട്ട്, ഇംഗ്ലീഷ് വാക്കേന വീക്ക്നെസ് എന്ന് പറയും, ഒരു ബലഹീനതയായിട്ട് ഇതര സമൂഹങ്ങൾ കണ്ടുകൊണ്ടിരുന്ന കാലത്തിന്റെ നിരന്തരമായ ഒരു ചാക്രിക പ്രവർത്തനത്തിലൂടെയാണ് ഹിന്ദു ഇത്രയും കാലം കടന്നു വന്നത്. എല്ലാ മതങ്ങളിലും ഏകീകരണമുണ്ട്. അവരുടെ ഏകീകരണങ്ങളെല്ലാം വളരെ ഡൈനാമിക്കായ രീതിയിൽ, വളരെ സ്പീഡുള്ള രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഏകീകരണത്തിന് ഒച്ചിന്റെ വേഗതയാണ്. ഹിന്ദു ഐക്യപ്പെടണമെങ്കിൽ ഒരുപാട് ഘടകങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് മാത്രമേ ഹിന്ദുവിന് ഐക്യപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു നിരന്തരമായ പ്രക്രിയയിലൂടെ, വർഷങ്ങൾ നീണ്ട ഒരു പ്രക്രിയയിലൂടെ ഹിന്ദുവിന്റെ ഐക്യം ഭാരതത്തിൽ, വിശിഷ്യ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നടത്തത്തിന് ചെറുതായ ഒരു വേഗത സമീപകാലങ്ങളിൽ കൈവന്നിരിക്കുന്നു എന്നുള്ളത് ഓരോ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശാവഹമായ കാര്യമാണ്. പല തട്ടുകളിലായി, പല വിഭാഗങ്ങളിലായി, പല മേഖലകളിലായി ഹിന്ദു എന്ന പൊതുധാര ചിതറിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള മതങ്ങൾ ഐക്യപ്പെടുന്നത് പോലെ ഒരു സ്പീഡി ആയിട്ടുള്ള ഐക്യപ്പെടൽ ഹിന്ദുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക സ്വാഭാവികമായും എളുപ്പമല്ല. അത് തന്നെയാണ് സമൂഹത്തിൽ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു സംഗമങ്ങൾ, ഹിന്ദു ഐക്യ സംഗമങ്ങൾ എത്രയോ വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ തോന്നിക്കുറുമ്പക്കാവ് ക്ഷേത്രാങ്കണം തന്നെ ഒത്തിരി ഹിന്ദു സംഗമങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നാടിന്റെ നാനാഭാഗങ്ങളിൽ ഹൈന്ദവ സംഗമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ ചോദിക്കും, എന്തിനാണ് ഒരു ഹിന്ദു സംഗമം? ഹിന്ദു ഏകീകരിക്കപ്പെടേണ്ടത് ആവശ്യം എന്താണ്? നമ്മൾ കാലത്തിന്റെ ചുവരെഴുത്ത് കാണുമ്പോൾ നമ്മുടെ മുന്നിലൂടെ വലിയ വലിയ പ്രതിസന്ധികളാണ് നമ്മളെ അഭിമുഖീകരിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് ഹിന്ദുവിന്റെ ഐക്യം ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഐക്യമാണ്. മറ്റുള്ള മതങ്ങൾ അവരുടെ സംഘടിത ശക്തി കൊണ്ട്, അവർ രാഷ്ട്രീയ ശക്തികളായി ഭരണത്തിൽ സ്വാധീനം ചെലുത്തി ഓരോരോ സ്ഥാപനങ്ങളും ഔദ്യോഗിക പദവികളിലുമെല്ലാം കയറിക്കൂടുമ്പോൾ കേരളത്തിലെ ഹിന്ദു വെറുമൊരു നോക്കുകുത്തിയായി നിൽക്കപ്പെടുന്നതിൻ്റെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ അവൻ സംഘടിക്കുന്നില്ല എന്നാണ്. സംഘടിതർക്ക് മാത്രമേ ഈ സമൂഹത്തിൽ സ്ഥാനമുള്ളൂ. നമ്മൾ ഒരാൾ ഈ റോട്ടിലൂടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരിക്കും, നാടിനെതിരായൊരു പ്രശ്നം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരാൾ പോയി അതിനെ നേരിട്ട് കഴിഞ്ഞാൽ അവിടെ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവർ നമ്മളെ തട്ടിക്കയറും. എന്നാൽ നമ്മുടെ അടുത്ത് സംഘബലമുണ്ടായാൽ ആ ആളുകളെ കീഴ്പ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കും. ആധുനിക ലോകം, പുതിയ ലോകം ആവശ്യപ്പെടുന്നത് സംഘടിത ശക്തിയാണ്. അതുകൊണ്ട് നമ്മുടെ തൊഴിലെന്തോ ആകട്ടെ, നമ്മുടെ മേഖലകൾ ഏതുമാകട്ടെ, നമ്മുടെ സാമ്പത്തിക നൈതര്യങ്ങൾ ഏതുമാകട്ടെ, നമ്മൾ ഐക്യപ്പെടേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അത് ജാതി പറഞ്ഞ് അവൻ പുലയനാണ്,
അവൻ തീയനാണ്, നീ വേട്ടുവനാണ്, ഞാൻ നമ്പൂതിരിയാണ് എന്ന് പറഞ്ഞ് പരസ്പരം കലഹിക്കാതെ സ്വയം സംഘടിച്ച് നിന്നാൽ, നമ്മളൊരു സിനിമാ പാട്ട് കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. എനിക്ക് തോന്നുന്നത് അത് വിയറ്റ്നാം കോളനി എന്നുള്ള സിനിമയിലാണ് ആ പാട്ട്. കുറേ പക്ഷികൾ ഒരു വലയിൽ കുരുങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട്, ആ പക്ഷികളെല്ലാവരും കൂടി ചിന്തിക്കണം. ഓരോ പക്ഷിയും ചിന്തിച്ചിട്ട് കാര്യമില്ല, എല്ലാ പക്ഷികളും കൂടി ചിന്തിക്കുകയാണ് ഈ വലയിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം. അപ്പോൾ അവർ കൂട്ടമായി ഒരേ ശക്തിയെടുത്ത് പൊങ്ങി ആ വലയെ ഭേദിക്കുന്ന ഒരു പാട്ട്, ഒരു കഥാഗാനാണത്, കഥാഗാനം. അങ്ങനെയുള്ള സംഘടിതമായ നീക്കങ്ങൾ, വിപ്ലവാത്മകരമായ നീക്കം എന്ന് പറയുന്നേ, ചടുലമായ നീക്കങ്ങൾ ഹിന്ദുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ഹിന്ദു ഒരു ശക്തിയായി മാറും. അവനോടും ചോദിച്ചിട്ടേ നാളത്തെ സമൂഹം, നാളത്തെ രാഷ്ട്രീയം സഞ്ചരിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും ഹിന്ദു ബോധമുള്ളവരായി മാറുക എന്നുള്ളതാണ്. ഈ ആധുനിക കാലത്ത്, സോഷ്യൽ മീഡിയ സജീവമായ കാലത്ത്, നമ്മുടെ ജീവിത നിലവാരങ്ങളിൽ മാറ്റം വന്ന കാലത്ത് നമുക്ക് നമ്മുടെ മതത്തെ തലോടിക്കൊണ്ട് അതിൻ്റെ നല്ല സ്വാംശീകരണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ വ്യക്തിശുദ്ധിയും, ഹൈന്ദവ സംസ്കാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനെ സംസ്കരിച്ചെടുക്കുകയാണ്. സംസ്കാരം എന്നാണ് അതിൻ്റെ പേര് തന്നെ. അത് നമ്മളെ സംസ്കരിച്ചെടുക്കുകയാണ്. നമ്മളിലുള്ള എല്ലാ കീടങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് മനുഷ്യനെന്ന വ്യക്തിയെ സംസ്കരിച്ചെടുക്കുന്ന ഒരു മഹത്തായ സംസ്കാരം, ആർഷഭാരത സംസ്കാരം എന്ന് നമ്മൾ പറയുന്ന ഹൈന്ദവ സംസ്കാരം. ആ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഞാൻ ഹിന്ദുവാണെന്ന് പറയുന്നതിൽ അഭിമാനത്തോടു കൂടി നമുക്ക് സമൂഹത്തെ നേരിടേണ്ടി വരണം. ഞാൻ ഹിന്ദുവാണെന്ന് ആര് പറഞ്ഞു? ഹൂ ടോൾഡ് ഐ ആം എ ഹിന്ദു? ഞാൻ ഹിന്ദുവാണെന്ന് ആരാ പറഞ്ഞത് എന്ന് പറഞ്ഞ ആളുകൾ നമുക്ക് മുൻപേ രാഷ്ട്രീയത്തിലൂടെ സഞ്ചരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് അഭിമാനത്തോടു കൂടി നമ്മൾ ഹൈന്ദവരാണ്, ഹൈന്ദവരുടെ ഏകീകരണത്തിന് നമ്മളെല്ലാവരും പ്രവർത്തിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഹൈന്ദവ സമ്മേളനങ്ങൾ നടക്കുന്നത്. വെറും ഒരു ഹൈന്ദവ സമ്മേളനം മാത്രമല്ല ഇത്. ഈ ഹൈന്ദവ സമ്മേളനത്തിൽ നമ്മുടെ നാടിൻ്റെ സംസ്കാരങ്ങൾ, നാടിൻ്റെ നാട്ടറിവുകൾ, ആ നാട്ടറിവുകളെയും സംസ്കാരങ്ങളെയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ ചാലക ശക്തിയായി ഹൈന്ദവ ജനത ഈ മാറഞ്ചേരി പഞ്ചായത്തിൽ ഉണരുന്നതിൻ്റെ ഒരു തുടക്കം, ഒരു നാന്ദിയാണ് ഈ ഹൈന്ദവ സമ്മേളനം ഇവിടെ കുറിക്കാൻ പോകുന്നത്. ഈ പരിപാടിയിൽ നമ്മുടെ നാടിൻ്റെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച, വ്യത്യസ്തമായ തൊഴിൽ മേഖലകളിൽ അവരുടെ മികവ് തെളിയിച്ച ആളുകളെ ആദരിക്കുന്നുണ്ട്. നമ്മുടെ യുവതി അവരുടെ തിരുവാതിരക്കളി, മെഗാ തിരുവാതിര ഇവിടെ അരങ്ങേറുന്നുണ്ട്. പണ്ട് നമ്മൾ കാണുന്ന ഹൈന്ദവ സമ്മേളനങ്ങളിൽ നിന്ന് വിഭിന്നമായി പുതിയ പുതിയ സാംസ്കാരിക ധാരകളെ നമ്മൾ സ്വീകരിക്കുകയാണ്. തീർച്ചയായും ഇനി വരുന്ന ഹൈന്ദവ സമ്മേളനങ്ങളിലും വ്യത്യസ്തമായ പരിപാടികൾ കൊണ്ട് ജനഹൃദയങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഹിന്ദു സമ്മേളനങ്ങളായി നമ്മുടെ സമ്മേളനങ്ങൾ മാറട്ടെ. അതുവഴി സാംസ്കാരികമായ ഒരു മുന്നേറ്റം, വ്യക്തിപരമായും സാംസ്കാരികപരമായും സമുദായപരമായും സനാതനപരമായും ഉള്ള മുന്നേറ്റം നമ്മുടെ ഹിന്ദു സമുദായത്തിന് ഉണ്ടാകാൻ അമ്മമാരായ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വീടുകളിൽ ഉണ്ടാകണം. നിങ്ങളാണ് ഒരു വീടിനെ നയിക്കുന്ന ആളുകൾ. നിങ്ങൾക്ക് വലുതായ ഒരു റോള് നിങ്ങളുടെ വീട്ടിൽ ചെയ്യാനുണ്ട്. ആ റോള് നിർവഹിച്ചുകൊണ്ട് നമ്മുടെ സാംസ്കാരിക തനിമകളെ, സാംസ്കാരിക സത്വങ്ങളെ, സാംസ്കാരിക രൂപങ്ങളെ വീട്ടിനുള്ളിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ പ്രഭയിൽ മറ്റുള്ളവർ ജീവിച്ച് അവർ സന്തുഷ്ട മനസ്സരാകാനുള്ള ഒരു സാഹചര്യം അമ്മമാരും സഹോദരിമാരും ഒരുക്കി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രഭാഷണം
ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.